ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിലൂടെയുള്ള രാത്രിയാത്ര വീണ്ടും ദുഷ്കരമാകുന്നു. കൈനഗരിക്കും വിരിപ്പാറയ്ക്കുമിടയിൽ കാട്ടാനകൾ രാത്രികാലത്ത് റോഡിലിറങ്ങുന്നതാണ് പ്രതിസന്ധി. റോഡിൽ ആനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ഭയപ്പാടോടെയാണ് ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഏതാനും മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കല്ലാർ മാങ്കുളം റോഡിലൂടെയുള്ള രാത്രിയാത്ര വീണ്ടും ദുഷ്കരമായിട്ടുള്ളത്. കൈനഗരിക്കും വിരിവാറയ്ക്കുമിടയിൽ കാട്ടാനകൾ രാത്രികാലത്ത് റോഡിലിറങ്ങുന്നതാണ് പ്രതിസന്ധി. കുട്ടിയാനി അടക്കം കൂട്ടമായാണ് ആനകൾ റോഡിലൂടെ രാത്രികാലത്ത് സ്വൈര്യവിഹാരം നടത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയായതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കുമൊക്കെ ധാരാളം സഞ്ചാരികൾ രാത്രികാലത്തും എത്തുന്നുണ്ട്. ആശുപത്രി സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ആളുകൾ മാങ്കുളത്ത് നിന്നും രാത്രികാലത്ത് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി മറ്റിടങ്ങളിൽ പോയി ഇരുചക്ര വാഹനങ്ങളിലും മറ്റു മടങ്ങുന്നവരും ധാരാളമാണ്. റോഡിൽ ആനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ഭയപ്പാടോടെയാണ് നേരമിരുളുന്നതോടെ ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. വനംവകുപ്പ് വേണ്ടത്ര ജാഗ്രത കാണിക്കുകയോ ആനയെ തുരുത്തി കാട്ടിലേക്ക് തിരികെ അയക്കുന്നതിന് വേണ്ട നടപടികളോ ആയിട്ടോ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. ഈ വഴി യാത്രക്കാരായിട്ടുള്ള നിരവധി ആളുകളുടെ ജീവനും വാഹനത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ വനംവകുപ്പ് കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ വർഷം മുനിപാറ, പീച്ചാട് മേഖലകളിലായിരുന്നു ആനകൾ കൂട്ടമായി രാത്രികാലത്ത് റോഡിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തിയിരുന്നത്. മുനിപാറ മേഖലയിൽ ഒന്നിലധികം തവണ ഇരുചക്ര വാഹന യാത്രികർ ആനയുടെ മുമ്പിൽപ്പെടുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പീച്ചാട് മേഖലയിൽ റോഡരികിൽ തീകൂട്ടിയായിരുന്നു ആളുകൾ രാത്രികാലത്ത് ആനകളെ ഓടിച്ചിരുന്നത്. കുരിശുപാറ മേഖലയിലും കൈനഗിരി മേഖലയിലും കാട്ടാനകൾ റോഡിലിറങ്ങാറുണ്ട്. വേനൽ കനക്ക് മുമ്പേ ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനവകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.